Slowly, Shilpa, slowly. Slowly. Slowly calm down. Come on. Give me your hand. Give me your hand. Okay. Slowly. Something falls down and you bend down to pick. Hey, Shilpa, Nani Kenda, do it. Bend. Then somebody calling you. Okay, look there, your final look. Yes. Hey, Shilpa, wait. Don't make me run. Come on, be slow. Shilpa, I love you. Wonderful. എന്താ സാറേ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? വിഷമം മാറ്റാനുള്ള ചില മരുന്നുകൾ എന്റെ കയ്യിലുണ്ട്. താനേതാ? ഞാൻ മൂന്നാർ മത്തായി, ഫോട്ടോഗ്രാഫറാണ്. പിന്നെ ഇങ്ങനെ റിസോർട്ടിൽ വരുന്ന സാറന്മാർക്ക് നേരം പോക്കിനുള്ള ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. സാറിന്റെ കയ്യിൽ ഡോളേഴ്സ് ഉണ്ടോ? ഒരു ഫോൺ കോൾ മതി, ഇപ്പൊ ഇനി വരും. താനിവിടെ ഇരിക്കേ, തന്റെ സഹായം എനിക്ക് വേണം. താൻ ഇതുവരെ കണ്ട സാറുമാരെപ്പോലുള്ള ആളല്ല ഞാൻ. പിന്നെ ജർമ്മനിയിലെ ഒരു മദാമയെ കല്യാണം കഴിക്കുക എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഹലോ, ശരി, മേരി, രാജേശ്വരി, മൂന്ന് പേര്. ഹലോ, ഇങ്ങനെ വന്നിട്ടേ തങ്കഭസ്മ കുറികിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച. അയ്യോ, എന്ത് മുടിഞ്ഞ കനം പിടിച്ചപ്പോ. ഒരു നമുക്ക് ഡാൻസ് കളിക്കാം. കമോൺ. അതിനെ നാട്ടുകാരും കൂട്ടുകാരും കൂടി എനിക്കൊരു ഇരട്ടപ്പേരിട്ടു. ജർമ്മൻ ഷെപ്പേർഡ്. ജർമ്മൻ ഷെപ്പേർഡിന്റെ അച്ഛൻ. ജർമ്മൻ ഷെപ്പേർഡ്. ജർമ്മൻ ഷെപ്പേർഡ്. ഏയ്, നില്ലടാ. ജർമ്മൻ ഷെപ്പേർഡ്. ഏയ്, നില്ലടാ. എന്താടാ നിന്ന് കിടക്കുന്നത്? ഓ, ഇവന്റെ മറ്റേ പേരാരെങ്കിലും വിളിച്ചു കാണും. എന്നെ കളിയാക്കണേ ഒരു മറുപടി കൊടുക്കാൻ തയ്യാറായിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. എനിക്കറിയാം, അവനെ എന്റെ മോനാ. ഏതെങ്കിലും മദാമ്മയെ കെട്ടാനുള്ള സൂത്രം അവനെ ഒപ്പിച്ചു കാണും. അങ്ങനെ ഒരു സൂത്രം ഒപ്പിച്ചിട്ടാണ് അമ്മയുടെ ഈ മകൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. അതൊക്കെ മദാമ്മ ജർമ്മൻകാരിയാണോ ഇറ്റലിക്കാരിയാണോ? ജർമ്മൻ മദാമ്മയെ തന്നെ കെട്ടണം, എങ്കിലും ജർമ്മൻ ഷെപ്പേർഡ് പറയുന്നതൊക്കെ തിരിച്ചടിയാവും. എന്താടാ ഈ പറയുന്നത്? ജർമ്മൻ ഷിപ്പ്യാർഡ് വിളിച്ചു കളിയാക്കുന്ന നാട്ടുകാർക്കും കൂട്ടുകാർക്കും മറ്റെല്ലാവർക്കും ഒരു കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് നിങ്ങളുടെ ഈ പപ്പു ഒരു മദാമ്മയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോവുകയാണ്. ഇനിയുള്ള നാളുകളിൽ ഞാൻ മദാമ്മയും കൂടി ജർമ്മനി, ഇറ്റലി, ആഫ്രിക്ക, ചക്ക എന്നീ സ്ഥലങ്ങളിലായിരിക്കും ഞാൻ. നീ എങ്ങോട്ടെങ്കിലും വെക്കോ, കാര്യം എന്താന്ന് തെളിച്ചു പറ. ഇനി നമ്മൾ ഈ ചറ്റപ്പുരയിൽ കഴിയേണ്ടവരല്ല, ഇത് നമുക്ക് ഉപേക്ഷിക്കാം. നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ യൂറോപ്പിന്റെ മടിത്തട്ടിലേക്ക് എത്തിക്കും. അപ്പൊ നമ്മൾ രക്ഷപ്പെടില്ലേ? രക്ഷപ്പെടും, പക്ഷേ അച്ഛനോട് സമ്മതിക്കണം. ഞങ്ങൾക്കൊരു എതിർപ്പില്ല മോനെ. നീ ഒരു മദാമ്മയെ കെട്ടി ഈ കുടുംബം ഒന്ന് രക്ഷപ്പെടുന്നത് കാണാൻ ഞാനും നിന്റെ അച്ഛനും എന്നേ കാത്തിരിക്കുക. അതിന് നമ്മളിങ്ങനെ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഇതുവരെ ചെയ്തതുപോലെ ചെയ്തിട്ടും കാര്യമില്ല. മദാമ്മമാരെ കെട്ടണമെങ്കിലേ അവര് താമസിക്കുന്നിടത്ത് ഞാനും പോയി താമസിക്കണം. മദാമ്മമാര് വിദേശത്തല്ലേ? അതല്ല, 1-2 ആഴ്ചത്തെ ടൂർ പാക്കേജിന് വേണ്ടി റിസോർട്ടിൽ താമസിക്കാൻ എത്തുന്ന മദാമ്മമാരാണ് എന്റെ ലക്ഷ്യം. അതിന് നിന്നെ ആരെങ്കിലും റിസോർട്ടിൽ കയറ്റൂടാ? എന്റെ അച്ഛൻ കാശ് കൊടുത്താൽ ഏത് ചെറ്റക്ക് അവിടെ താമസിക്കാം. അച്ഛന് വരെ അതിനുള്ള കാശ് ആര് തരും? അച്ഛൻ തരണം. ഞാനോ? അതെ, ഒരാഴ്ച റിസോർട്ടിൽ താമസിക്കുന്നത് 2 ലക്ഷം രൂപയെങ്കിലും വരും.
അത് ഈ വീടിന്റെ ആധാരം പണയം വെച്ച തന്നെ ധാരാളം. എരപ്പാടി കിടപ്പാടം പണയം വെച്ചതിന് നിനക്ക് റിസോർട്ട് താമസിക്കണം അല്ലേടാ? എന്ത് മഹാഭാവാണ് നീ പറയുന്നേ? കേറി കിടക്കാൻ ഒരു കൂലി ഉള്ളതും കൂടി കളയണല്ലേ? ഇല്ല, മദാമ്മമാരുടെ പുറകെ കിടന്ന് ജീവിതം കളഞ്ഞു. ഇനി വീട് കൂടി കളയാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. നാട്ടുകാരും കൂട്ടുകാരും ഇരട്ട പേര് വിളിയിട്ട് ഞാൻ മടുത്തു. ഈ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ഞാൻ വിദേശത്തെത്തിയേ പറ്റൂ. എന്റെ മുമ്പിൽ ഇങ്ങനെ ഒറ്റ വഴിയേ ഉള്ളൂ. റിസോർട്ടിൽ ചെന്ന് ഏതെങ്കിലും ഒരു മദാമയെ ചാക്കിലാക്കണം. അതിനുവേണ്ടി ഞാനത് ചെയ്തു. എന്ത്? എന്റെ കൂട്ടുകാരന്റെ പ്രൈവറ്റ് ബാങ്കിൽ നമ്മുടെ ഈ വീടിന്റെ ആധാരം പണയം വെച്ച് 2 ലക്ഷം രൂപ ഞാൻ പൂവാറിലുള്ള ഐസോറടി കൊക്ക എന്ന റിസോർട്ടിൽ അടച്ചു. എടാ കുടുംബദ്രോഹി, കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന പെങ്ങന്മാരെങ്കിലും നീ ഓർത്തോടാ. നീ എന്റെ മോനല്ല. നിന്നെ എനിക്കിനി കാണണ്ട. ശ്ശെ, ആധാരം വെള്ളത്തിൽ പോകും. 2 മദാമ കുട്ടിയാകാം. Who is this? Hey, what's this? ഹലോ, how are you? Get away! അതെ, Get away! come on. അതെ, എന്റെ ആധാരം പണയം വെച്ച് എടുക്കാൻ വേണ്ടിട്ടാ. ഹലോ, ഇറ്റലിയാണോ ജർമ്മനിയാണോ? ഇങ്ങ് വാ. Leave me! Come, leave me, you idiot! He's looking so stupid. ഒന്നും പറ, ഞാൻ ഒരു കാര്യം പറയട്ടെ. Go! എന്ത് കഷ്ടം. എന്റെ ആധാരം ഞാനേ ഒരു ഇങ്ങനെ വന്നേ പറയട്ടെ. Get off! Right. Come, Mary. നാട്ടുകാരെ ചവിട്ടും കൊണ്ട് ദേ ഇപ്പൊ മാതാമയുടെ ചവിട്ടും. Hi. Hello, sir. ഹലോ, നീയായിരുന്ന? How are you, sir? എന്നെയൊക്കെ പ്രേമിക്കാനായിരുന്നെങ്കിൽ എന്റെ വീടിന്റെ ആധാരം പണയം വെച്ച് ഇവിടെ വരേണ്ട വല്ല ആവശ്യമുണ്ടാ? വാവ്, സൂപ്പർ. Really beautiful. ഞങ്ങൾക്ക് എന്തായാലും സന്തോഷായി. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിച്ചല്ലോ. ശ്രീയേട്ടന്റെ അനാലിസിയോട് ഇഷ്ടം തോന്നിയത് എനിക്കൊരു ആശ്വാസമായി. ഒരു കുറ്റബോധം ഇല്ലാത്ത പോലെ. Hi. Oh, hi. Yes, Shilpa. Shall we get married? What? ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കട്ടേന്ന്. What? എന്താ? Yeah! Yes! Yes, yes, I'm so happy. ഹായ് ശ്രീ. അടുത്ത ആഴ്ച ഞങ്ങളുടെ പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞിരുന്നു. അതൊന്ന് സംസാരിക്കാൻ വന്നതാ. അതിരിക്കട്ടെ. പിന്നെ എങ്ങനെയുണ്ട് ആ മദാമയായിട്ടുള്ള റൊമാൻസ്? ഏത് ഏത് മദാമ്മ? ഒന്നും അറിയാത്ത പോലെ അനാലിസിയായ സ്നേഹത്തെ കുറിച്ച് ഞാൻ ചോദിച്ചത്. അയ്യോ, നീ കാര്യമായിട്ട് ചോദിച്ചാണോ? അങ്ങനെ ചിരിച്ചതല്ലൊന്നും വേണ്ട, എല്ലാം ഞാൻ അറിയുന്നുണ്ട്. എടി മണ്ടി, നീ വിചാരിക്കുന്ന പോലെ എനിക്ക് ആ മദാമയോട് പ്രണയവും കുന്തമൊന്നും ഇല്ല. പിന്നെ ആ സായിപ്പിനോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി ഞാൻ ആ മദാമയെ പ്രണയിക്കുന്ന പോലെ അഭിനയിച്ചെന്നേ ഉള്ളൂ. എന്റെ മനസ്സിൽ അന്ന് ഇന്ന് ഒരു പെണ്ണേ ഉള്ളൂ, അത് നീയാ, നീ മാത്രം. വിശ്വാസമായില്ലേ ചെന്നാ മൂന്നാർ മത്താടി ചോദിക്കേ, അവനാ എനിക്ക് ഈ ഐഡിയ എല്ലാം പറഞ്ഞു തന്നത്. ആ അതെ അതെ അതെ, വിളിച്ചോളാം. താൻ എന്താ വിചാരിച്ചത്? എന്താ മാഡം? ശ്രീകുട്ടനോട് താൻ എന്താ പറഞ്ഞു കൊടുത്തത്? ഏയ്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ മാഡം ആ സായിപ്പന്റെ മുമ്പിൽ പോസ് ചെയ്തതും അയാള് തൊട്ടതും പിടിച്ചതുമൊക്കെ ശ്രീകുട്ടനോട് പറയാൻ പറ്റുമോ? അതല്ല, അനാലിസിന് മുൻപിൽ പ്രേമ നാടകം കളിച്ച് ഫാബ്രിയോട് പ്രതികാരം ചെയ്യാൻ ശ്രീകുട്ടനെ ഉപദേശിച്ചത് താനല്ലേ? അത് ഞാൻ... തനിക്കിതൊക്കെ ഒരു തമാശയായിരിക്കും, പക്ഷെ എല്ലാം അറിയുമ്പോ ആ അനാലിസിയുടെ മനസ്സ് എന്തുമാത്രം വിഷമിക്കും. മാഡം അനാലിസയുടെ വിഷമത്തെ കുറിച്ച് മാത്രം ഓർക്കുന്നു. പക്ഷേ കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്ന കളിക്കൂട്ടുകാരി വീണ്ടും സായിപ്പുമായി പ്രണയത്തിലാണെന്ന് അറിയുമ്പോൾ ആ ശ്രീകുട്ടന്റെ മനസ്സ് എന്തുമാത്രം വിഷമിക്കും. താൻ എന്നെ വേദാന്തൊന്നും പഠിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എടോ, താൻ ഇങ്ങനെ ഒരു ഐഡിയ ശ്രീകുട്ടന്റെ മനസ്സിൽ കുത്തിവെച്ചതുകൊണ്ട് തകരാൻ പോകുന്നത് ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളാ. ഞാൻ എന്ത് ചെയ്തു?
ഞാൻ ഫാബ്രിയുമായി വീണ്ടും അടുത്തപ്പോ ശ്രീകുട്ടന് അനാലിസിസ് ഉണ്ടല്ലോ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. എല്ലാം താൻ കാരണം. സോറി മാഡം. നോ, ഐ വാണ്ട് ആൻ എക്സ്പ്ലനേഷൻ. താൻ എന്തിനാ ശ്രീകുട്ടനെ കൊണ്ട് വെറുതെ ഇങ്ങനെ ഒരു വേഷം കെട്ടിച്ചത്? നിങ്ങൾ തമ്മിൽ വീണ്ടും അടുത്തപ്പോ അതിന് ഇതൊന്നും അറിയാത്ത ശ്രീകുട്ടൻ ഒരു ദിവസം എല്ലാം അറിയുമ്പോ അയാൾ തകർന്നു പോകാതിരിക്കാൻ അയാൾക്ക് പിടിച്ചു നിൽക്കുന്ന ഒരു അനാലിസിസ് എങ്കിലും വേണ്ടേ? അപ്പോൾ ശ്രീകുട്ടൻ അനാലിസിസ് ചീറ്റ് ചെയ്യായിരുന്നു, അതും ആ മണ്ടം പറഞ്ഞു കേട്ടിട്ട്. പക്ഷെ ജാക്സൺ, ഞാനും ഫാബ്രിയുമായി വീണ്ടും അടുത്തു എന്ന് അറിയുമ്പോ ശ്രീകുട്ടൻ എങ്ങനെ പ്രതികരിക്കുന്ന എന്റെ പേടി. ഒരുപക്ഷെ ഫാബ്രിയുള്ള വാശിയേക്കാൾ ഉപരി കളിക്കൂട്ടുകാരുടെ ഇഷ്ടക്കൂടുതലുണ്ടാകാം അനാലിസിയോട് ശ്രീകുട്ടൻ ഇങ്ങനെ പെരുമാറിയത്. ഒരിക്കൽ ഫാബ്രിയുമായി എല്ലാം അവസാനിപ്പിച്ചതാ. പക്ഷെ ഒരു ദൈവനിശ്ചയം പോലെ ഫാബ്രി വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് വന്നു. ശില്പ വിഷമിക്കാതിരിക്കൂ. ഈശ്വരൻ കാട്ടുതരുന്നൊരു വഴിയുണ്ടാവും, അതേ നടക്കൂ, അതുമാത്രം.